ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം മോള് UK നിന്ന് വന്നപ്പോഴത്തേനും ആൻഡമാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറി മദ്രാസിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. മദ്രാസിൽ നിന്നാണ് ഫ്ലൈറ്റിന് ആൻഡമാൻ പോയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ മദ്രാസിലെത്തിയത്. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ. ഒരു ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. പിറ്റേ ദിവസം വെളുപ്പിനായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കേട്ടോ. ഇതാണ് അവിടുത്തെ ചേച്ചിയെ, ഇതവിടുത്തെ മോളാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ കുറേ സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അവരുടെ ഏറ്റവും മുകളിൽ ടെറസിലായിട്ട് കോഴീനെ വളർത്തുന്നതും ചെറിയ കൃഷിയും ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ കേട്ടോ. വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല ബ്ലോക്കാണ്. ഇതവിടുത്തെ മോനാണ് കേട്ടോ. മോൻ ഡോക്ടറാണ്. ഞങ്ങളങ്ങനെ ബ്ലോക്കിൽ പെട്ട് കുറച്ച് സമയം കിടന്നതിന് ശേഷം ഇത് ചെന്നൈ കോർപ്പറേഷനാണ് കേട്ടോ. ഇത് ചെന്നൈ സെൻട്രൽ. പിന്നെ എനിക്ക് അവിടെ കാണുന്ന കെട്ടിടങ്ങളുടെ ഒന്നും പേരൊന്നും പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല കേട്ടോ. ജയലളിതാമ്മയുടെ വീടും ഒക്കെ കണ്ടു കേട്ടോ പോയ വഴിക്ക്. പിന്നെ ഉണ്ടല്ലോ ഈ കാണുന്ന കവാടം ഏതാണെന്ന് അറിയാവോ? ഇതിനകത്താണ് കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് ജയലളിതാമ്മേനെയും MGRനെയും കരുണാനിധിനെയും ഒക്കെ അടക്കിയിരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പം അവരുടെ സമാധി കാണാൻ വേണ്ടി നമ്മൾ പോയതാണ്. ആദ്യം നമ്മൾ പോയത് ജയലളിതാമ്മയുടെ ഖബറടക്കിയിരിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എപ്പോഴും 24 അവേഴ്സും ഈ 3 ഖബറിടത്തിലും ഗ്യാസ് കൊണ്ട് കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപശിഖ കത്തിക്കൊണ്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ. അവിടെ കുറേ സമയം ഇരിക്കാനും ഒക്കെ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ പോയത് കരുണാനിധിയുടെ സമാധി കാണാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ അവിടെ MGRൻ്റെ സമാധിയുടെ അവിടെയാണ് കേട്ടോ മ്യൂസിയം ഉള്ളത്. മ്യൂസിയമൊക്കെ ഞങ്ങൾ കണ്ട് അവിടെ കുറേ സമയം നിന്ന് കുറേ സമയം അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അവിടെ ഇരുന്ന് നല്ല കാറ്റുമൊക്കെ ഉണ്ട് കേട്ടോ. ആ കാറ്റുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങൾ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങൾ നേരെ പോയത് മെറീന ബീച്ചിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ രാത്രിയായി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച്